എന്താണ് ഇത്തവണത്തെ ആറന്മുള സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ആറന്മുള നിയോജകമണ്ഡലത്തിൽ UDF ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുക തന്നെ ചെയ്യും. കടുത്ത മത്സരമാണല്ലോ ഇക്കുറി, ത്രികോണ മത്സരമാണല്ലോ നടക്കുന്നത്. കടുത്ത ചൂടാണ്, അതിനൊപ്പം തന്നെ മത്സരവും ചൂടുള്ളതാണ്. പക്ഷേ എങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ആറന്മുളയുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ LDFന്റെ ദുർഭരണം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ തന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മത്സരത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നതാണ് പറയുന്നത്. അതെ, പത്തനംതിട്ട ജില്ലയിലെ DNA എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. ഈ ജില്ല ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. KK നായർ സാറാണ് മന്ത്രിസ്ഥാനം വേണോ ജില്ല വേണോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിസ്ഥാനം ലീഡർ എടുത്തു, ജില്ല ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ജില്ലയിൽ വന്ന ഏതൊരു വികസന പ്രവർത്തനത്തിനും കയ്യൊപ്പി ആർജിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ ഏതൊരു വികസനം കൊണ്ടുവരാനും കോൺഗ്രസിനാണ് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് വിജയിക്കുക തന്നെ ചെയ്യും. ആറന്മുളയുടെ പുത്തൻ പ്രതീക്ഷകൾ ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. കഴിഞ്ഞ ഈ 5 മണ്ഡലങ്ങളും LDFന്റെ കയ്യിലാണെന്ന് ഓർക്കണമല്ലോ. അല്ല, 99 നിയോജകമണ്ഡലങ്ങളും കേരളത്തിൽ LDFന്റെ കയ്യിലാണല്ലോ. അപ്പോൾ അതിൽ 5 എണ്ണമാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ അത് തിരിച്ചു പിടിക്കും. 100 സീറ്റോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മികച്ച വിജയം ഉണ്ടായി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പതിവിന് വിപരീതമായി തന്നെ വലിയ വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ മികച്ച ഭൂരിപക്ഷം ഇവിടെയാണ്. 13-ൽ 10 തദ്ദേശ സ്ഥാപനങ്ങൾ ഞങ്ങളാണ് ഭരിക്കുന്നത്. കണക്കുകളും അതിലുപരി ജനങ്ങളുടെ ആത്മവിശ്വാസവും ജനങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് വിശ്വസിക്കുന്നു. ശബരിമല പ്രതിഫലിക്കുന്ന മണ്ഡലം കൂടിയാണ് ആറന്മുള. തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ, അമ്പലക്കള്ളന്മാരെ പുറത്താക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. അമ്പല വിഴുങ്ങികളെ പുറത്താക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കേസുകൾ സാധാരണ ചെറുപ്പക്കാർക്കെതിരെ എടുത്തിട്ടുണ്ട്. ആ കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. ആചാര ലംഘനം നടത്താൻ ഒരു സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിലായിരുന്നു ആ കേസുകൾ. സർക്കാർ തന്നെ CPM ഒടുവിൽ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. അവർ തന്നെ നിലപാട് മാറ്റി പറഞ്ഞു. എന്നിട്ടും ആ കേസെടുത്ത ചെറുപ്പക്കാർക്കെതിരെ ആ കേസ് പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ ആദ്യം എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിലൊന്ന് ആചാര ലംഘനത്തിനെതിരായിട്ട് സമരം നടത്തിയതിൻ്റെ പേരിൽ കേസ് ചാർത്തപ്പെട്ട് ഒരു പാസ്പോർട്ട് പോലും എടുക്കാൻ സാധിക്കാത്ത ഈ നാട്ടിലെ അനേകം ചെറുപ്പക്കാരുടെ കേസുകൾ ഞങ്ങൾ പിൻവലിക്കും എന്ന ഉറച്ച പ്രഖ്യാപനം ഞങ്ങൾ നടത്തുകയാണ്. അത് ഔദ്യോഗികമായി തന്നെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളതിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ ചെറുപ്പക്കാർക്ക് പുതുജീവൻ നൽകണം, കേസുകൾ പിൻവലിക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ അത് ചെയ്യുക തന്നെ ചെയ്യും. ആറന്മുള അടക്കം 5 മണ്ഡലങ്ങളും ഇക്കുറി UDF തിരിച്ചു പിടിക്കും. ഒരു സംശയം വേണ്ട. 5 out of 5. ഇപ്പൊ എടുത്തു